കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്ന ഒരു മനോഹരമായ ഹൃദയസ്പർശിയായ ഒരു വീഡിയോ ഉണ്ട്. ഒരു ആംബുലൻസ് ഡ്രൈവറിന്റെ വീഡിയോ എന്ന് ഒറ്റ വാക്കിൽ പറയാം. ആംബുലൻസിൽ നിന്ന് ഇറങ്ങുന്ന ഡ്രൈവറിനെന്നാൽ ഷർട്ടും ഇട്ടിട്ടില്ല. ഇതെന്താണ് സംഭവമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും നോക്കി. ആംബുലൻസ് ഡ്രൈവറിനാണോ ശരിക്കും അപകടം പറ്റിയതെന്ന് പോലും ചിന്തിച്ചു. അത്തരത്തിൽ എല്ലാവരെയും ചിന്തിപ്പിക്കാൻ ചെയ്തത് അജ്മലിൻ്റെ പ്രവൃത്തി തന്നെയാണ്. അജ്മൽ വേഗം ആംബുലൻസിൽ നിന്ന് ഇറങ്ങി അവിടെയുള്ള കുഞ്ഞിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ ഓടുകയാണ്. നോക്കുമ്പോൾ അജ്മലിന് ഷർട്ട് ധരിക്കാൻ സാധിച്ചില്ല. എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും എത്തുകയാണ്. ഇതിന് പിന്നാലെ പറയാനുള്ളത് ഒരു സഹനത്തിൻ്റെയും കരുണയുടെയും ദയയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ കഥയാണ്. അദ്ദേഹത്തിന് അത്രമാത്രം സ്നേഹം തോന്നിയ ഒരു കഥ, അദ്ദേഹത്തിൻ്റെ മുന്നിൽ എല്ലാവരും വന്ന് കൈകൂപ്പിയ കഥ. ഒരു ഷർട്ടിടാതെ വന്നാൽ അല്ലെങ്കിൽ ഷർട്ടിടാതെ നിന്ന് കഴിഞ്ഞാൽ ഒരു ജീവൻ രക്ഷിക്കാനാകുമെങ്കിൽ അതല്ലേ നല്ലതെന്ന് ഓർത്ത് അജ്മൽ ഓടിപ്പാഞ്ഞെത്തുകയായിരുന്നു. ഒരു കോള് വന്നു അജ്മലിന്. അജ്മൽ വീട്ടിൽ നിൽക്കുമ്പോഴായിരുന്നു ആ കോള് വന്നത്. ഷർട്ടൊന്നും ധരിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ കുഞ്ഞ് കിണറ്റിൽ വീണു, അവനിപ്പോൾ അനങ്ങുന്നില്ല. അനിയൻ ടെറസിൽ നിന്ന് വീണതാണ്, അനക്കമില്ല, മരിച്ചതുപോലെ കിടക്കുന്നു, പെട്ടെന്ന് വരാമോ? ഇതായിരുന്നു കോള് കേട്ടതും എന്തു ചെയ്യണമെന്നറിയാതെ നിലം തൊടാതെ അജ്മൽ പറന്നു. ഷർട്ടൊന്നും ഇട്ടില്ല. ഇനി ഷർട്ട് തിരഞ്ഞെടുത്ത് കണ്ടുപിടിക്കുമ്പോഴേക്കും നേരം വെളുക്കും. ഇനി എതിരെ ഷർട്ട്, ആശുപത്രി വരെ പോകാൻ തന്നെയല്ലോ എന്നോർത്ത് ഷർട്ടൊന്നും ഇടാതെ നേരെ ആംബുലൻസ് എടുത്ത് ആ കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് വിട്ടു. ഷർട്ടിടാതെ രോഗിയുമായി ആശുപത്രിയിലെത്തിയ ആംബുലൻസ് ഡ്രൈവർ അജ്മൽ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഇപ്പോൾ വൈറലാണ്. ആംബുലൻസിൽ നിന്ന് ചാടിയിറങ്ങിയ രോഗിയെ സ്ട്രെച്ചറിൽ കിടത്തി ആശുപത്രി ജീവനക്കാർക്കൊപ്പം അകത്തേക്ക് പായുന്ന ഷർട്ടിടാത്ത ഡ്രൈവറുടെ അർപ്പണബോധത്തിൽ നിറഞ്ഞ കയ്യടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത്. തൃശൂർ ചാവക്കാട് ചേറ്റുവ സ്വദേശി അജ്മലാണ് ഈ ഡ്രൈവർ. ട്രിപ്പ് കഴിഞ്ഞ് തളിക്കുളത്ത് ആംബുലൻസ് നിർത്തിയിട്ട് കഴുകുകയായിരുന്നു അജ്മൽ. ഇതിനിടയിലാണ് കൂട്ടുകാരൻ വിളിക്കുന്നത്. സഹോദരൻ ടെറസിൽ നിന്ന് വീണുവെന്നും അനക്കമൊന്നുമില്ലെന്നും പറഞ്ഞു. പെട്ടെന്ന് വരണമെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തിൻ്റെ കരച്ചിൽ കേട്ട് ഓടിപ്പോയത്. സുഹൃത്തു കൂടി ആയതുകൊണ്ട് ഈ പറയുന്ന അനുജനുമായി വളരെയധികം അടുപ്പമാണ്. സ്വന്തം അനുജനെ പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കുഞ്ഞിന് വേണ്ടി അത്രയും ഓടിയതെന്ന് പറയാം. ഷർട്ട് ഇട്ട് വരാൻ സമയമില്ലാത്തത് കൊണ്ട് അജ്മൽ ആ രൂപത്തിൽ തന്നെ ആംബുലൻസുമായി പുറപ്പെട്ടു. അജ്മലിനൊരു പ്രശ്നവുമില്ല. ആ ഒരു തിടക്കത്തിൽ അതൊന്നും ശ്രദ്ധിച്ചുമില്ല. ആശുപത്രി എത്തി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ അജ്മൽ ശ്രദ്ധിച്ചത്. അതിനിടയിൽ തന്നെ ആംബുലൻസിലെ CCTV ക്യാമറയിൽ ഇതെല്ലാം പതിയുകയും ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തു. ആംബുലൻസ് ഡ്രൈവർമാരുടെ സ്നേഹവും അവരുടെ ത്യാഗവുമെല്ലാം ഇതിലൂടെ എല്ലാവർക്കും മനസ്സിലായി. അതോടെ കൂടുതൽ പേരും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാനായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പ്രശംസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിതെല്ലായിടത്തും ചെയ്യുന്നത് തന്നെയാണ്. ഇതെൻ്റെ സുഹൃത്തിൻ്റെ അനുജനായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി അറിയുന്ന ആളാണ്. അപകടം സംഭവിച്ച 16-കാരനുമായി കാറിൽ പുറപ്പെട്ട വീട്ടുകാർ അതിനകം പകുതി ദൂരം പിന്നിട്ടിരുന്നു. കാറിനടുത്തെത്തി രോഗിയെ ആംബുലൻസിലേക്ക് മാറ്റി വാടനപ്പള്ളി ഏണ്ടിയൂർ MA ആശുപത്രിയിലേക്ക് ലക്ഷ്യമാക്കി കുതിച്ചു. ആശുപത്രിയിൽ ഇറങ്ങിയതിൽ പിന്നെ ഷർട്ടുണ്ടോ ഇല്ലേ എന്നതും നോക്കാൻ സമയമില്ലായിരുന്നു. പതിവ് പോലെ ആശുപത്രി ജീവനക്കാർക്കൊപ്പം അത്യാഹിത വിഭാഗത്തിലേക്ക് ഓടുകയായിരുന്നു അജ്മൽ. സംയോജിതമായ ഇടപെടൽ തന്നെയാണ് ആ കൗമാരക്കാരൻ്റെ ആരോഗ്യം വീണ്ടെടുത്തതും. എന്നാൽ ആശുപത്രി CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ സമൂഹമാധ്യമം വഴി പുറത്തായതോടെ ആംബുലൻസ് ഓടിച്ചിരുന്ന യുവാവിനെ അന്വേഷിച്ച് ലോകത്തിലെ പല കോണിൽ നിന്നും മനുഷ്യർ എത്തിക്കൊണ്ടേയിരുന്നു. അഭിനന്ദന പ്രവാഹം തന്നെയാണ് എന്ന് പറയണം. അങ്ങനെയാണ് ചേറ്റുവ സ്വദേശി അജ്മലാണെന്ന് തിരിച്ചറിയുകയും പിന്നീട് ആരാധകർക്കിടയിലും നാട്ടുകാർക്കിടയിലും താരമായി മാറുകയും ചെയ്തത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.